Hello everyone, welcome to Ace Chemistry channel. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് 15 എലമെന്റ്സിന്റെ കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ 14 എലമെന്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സിലിക്കേറ്റ്സ് ആണ് ലാസ്റ്റ് പഠിച്ചത്. ഇന്ന് നമുക്ക് നൈട്രജന്റെ ഓക്സൈഡുകൾ പഠിക്കാം. അതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. അപ്പോൾ ഈ ഒരു നൈട്രജൻ ഫാമിലി എടുക്കുമ്പോൾ താഴേക്ക് പോകുമ്പോൾ എങ്ങനെ വരുന്നത്? ഡൗൺ എ ഗ്രൂപ്പ്. ഇവിടെ നൈട്രജൻ ഉണ്ട്. ഓക്കെ, നൈട്രജൻ. പിന്നെയോ ഫോസ്ഫറസ്, പിന്നെ ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്, ഇങ്ങനെ ഡൗൺ ഗ്രൂപ്പ് പോകുന്നത് 15 ഗ്രൂപ്പ് ആണ് ഇത് അല്ലെ, 15 ഗ്രൂപ്പ് ആണ്. സോ ഇവിടെ നൈട്രജന്റെ ഓക്സൈഡ് എന്ന് പറയുന്നത് അസിഡിക് ക്യാരക്ടർ നല്ലോണം ഉണ്ടായിരിക്കും. പിന്നെ ഫോസ്ഫറസും ഏകദേശം നല്ലോണം അസിഡിക് ആയിരിക്കും. പക്ഷെ ആർസനിക്കും ആന്റിമണി എടുക്കുമ്പോൾ എസിന്റെ എസ് ബിയുടെയും ഓക്സൈഡുകൾ ആംഫോട്ടറിക് ആയിരിക്കും. എന്ന് വെച്ചാൽ അസിഡിക്കും ബേസും കൂടിയുള്ള ക്യാരക്ടർ ആണ്. ബിസ്മത്തിന്റെ ഓക്സൈഡ്സോ കംപ്ലീറ്റ്ലി ബേസിക് ആയിരിക്കും. അതായത് ഡൗൺ ഗ്രൂപ്പ് ഈ ഓക്സൈഡുകളുടെ അസിഡിക് ക്യാരക്ടർ കുറയാണ് ചെയ്യുന്നത്. താഴേക്ക് പോകുന്നതോറും ബേസിക് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. അപ്പോൾ നൈട്രജനും ഫോസ്ഫറസും അസിഡിക് ക്യാരക്ടറുള്ള ഓക്സൈഡുകളാണ്. ആർസനിക്കും അതുപോലെ ആന്റിമണി എന്താണ്? ആംഫോട്ടറിക്, അസിഡിക്കും ബേസും കൂടിയുള്ള ആംഫോട്ടറിക് ആണ്. ബിസ്മത്ത് ആണ് ഈ ബേസിക് ഓക്സൈഡ്. അപ്പൊ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. നമുക്ക് നൈട്രജന്റെ ഓക്സൈഡ് ആണ് ഫസ്റ്റ് നോക്കാനുള്ളത്. ഈ ഫോർമുല ഓർത്ത് വെക്കണേ, പലർക്കും കൺഫ്യൂഷൻ ഉള്ളതാണ് ഈ പേര്. അതായത് N2O എന്ന് പറയുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്. N2O നൈട്രസ് ഓക്സൈഡ്. നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഒക്കെ ഇല്ലേ, ഗ്രീൻ ഹൗസ് ഗ്യാസ് ഒക്കെ ഏതാണ്? അത് ഈ നൈട്രസ് ഓക്സൈഡ് ആണ്. ഏതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ്? നൈട്രജൻ ഏതോ ഒരു ഓക്സൈഡ് ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസ്, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഏതാണെന്ന് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. അപ്പൊ N2O എന്ന് പറയുന്ന ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, നൈട്രസ് ഓക്സൈഡ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്. അതിന് പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ തന്നെ കിട്ടുമല്ലോ. ഇപ്പൊ N2O ആണെന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ കോമൺ ആയിട്ടുള്ള ഓക്സിജൻ സ്റ്റേറ്റ് എന്താ? 2- ആ. അപ്പൊ ഇവിടെ 2+ വരണം അല്ലെ? കാരണം നൈട്രജനും ഓക്സിജനും നോക്കുമ്പോൾ ഓക്സിജൻ ആണ് മൈനസ് ഉണ്ടാവും, ബിക്കോസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓക്സിജൻ കൂടുതലാണ്. അപ്പോൾ ഓക്സിജൻ 2-, ഇവിടെ 2+ വരണം. രണ്ട് നൈട്രജൻ ഉള്ളതുകൊണ്ട് എന്തായിരിക്കും? ഒന്നിന് +1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ പേര് ഓർത്ത് വെക്കുക, N2O നൈട്രസ് ഓക്സൈഡ്. NO ആണ് നൈട്രിക്. ഓക്കെ, NO ആണ് നൈട്രിക് ഓക്സൈഡ്, അത് +2. പിന്നെ N2O3, പിന്നെ പേരിന്ന് കിട്ടും, ഐ മീൻ ഈ ഫോർമുലയിൽ കിട്ടും, ഡൈനൈട്രജൻ ട്രയോക്സൈഡ്. പിന്നെ NO2 നൈട്രജൻ ഡയോക്സൈഡ്. എളുപ്പമാണ്, ബാക്കിയൊന്നും ബുദ്ധിമുട്ടില്ല. നമുക്ക് ഈ ഒരു N2Oയും NO ആണ് എപ്പോഴും മാറിപ്പോവാം. അപ്പൊ N2O നൈട്രസ് ഓക്സൈഡ് ആണ്. NO എന്ന് പറയുന്നത് നൈട്രിക് ഓക്സൈഡ് ആണ്. അത്ര നമുക്ക് പുതിയതായിട്ട് അവിടെ പഠിക്കാനുള്ളൂ. പിന്നെ അടുത്ത് നമ്മൾ പോകുന്നത് നൈട്രജൻ ഓക്സൈഡ് അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഫോസ്ഫറസിന്റെ ഓക്സൈഡ്, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഇതിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫോസ്ഫറസിന്റെ ഓക്സൈഡ് നമുക്ക് നോക്കാം. കണ്ടോ, ഇതാണ് ഫോസ്ഫറസിന്റെ ഓക്സൈഡുകൾ. P4. ഇതിലെല്ലാത്തിലും P എങ്ങനെയാണ്? 4 ആട്ടോ. ഫോസ്ഫറസ് 4 ആണ്. കൂടി വരാം അല്ലെ, ഓക്സിജൻ കൂടി വരാം. O6, O7, O8, O9, O10. അപ്പൊ ഫോർമുല നോക്കിയാൽ ഇങ്ങനെയാണ് ഫോർമുല വരുന്നത്. ഇന്ന് ക്വസ്റ്റ്യൻ വയ്ക്കാനും വരെ ഈ P ഡബിൾ ബോണ്ടോ കണ്ടോ, ഇതിലൊക്കെ ഈ P4O6 P ഡബിൾ ബോണ്ടോ ഇല്ല, ഈ സാധനം ഇതില്ല. അപ്പോൾ P ഡബിൾ ബോണ്ടോ ഇല്ലാത്തൊരു P4O6 ആണെന്ന് ഓർത്ത് വെക്കണം. പിന്നെ ഇതിൽ P സിംഗിൾ ബോണ്ട് O അല്ലെ, ഇങ്ങനത്തെ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ P4O7 വരുമ്പോൾ ഒരു P ഡബിൾ ബോണ്ടോ, P4O8 ആകുമ്പോൾ 2 P ഡബിൾ ബോണ്ടോ, P4O9 ആകുമ്പോൾ 3 P ഡബിൾ ബോണ്ടോ, P4O10 ആകുമ്പോൾ 1, 2, 3, 4 P ഡബിൾ ബോണ്ടോ. അപ്പൊ ഇത് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്, P ഡബിൾ ബോണ്ടോന്റെ എണ്ണം വെച്ചിട്ട്. അപ്പൊ ഇങ്ങനെയാണ് പോകുന്നത്, 1, 2, 3, 4. ഈ P4O6 എന്തില്ല? ഡബിൾ ബോണ്ടോ ഇല്ല എന്ന് ഓർത്ത് വെക്കാം. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. യെസ്, ഇനി നമുക്ക് ഫോസ്ഫറസ് ട്രയോക്സൈഡ് അല്ലേ, അല്ലെങ്കിൽ ഫോസ്ഫറസ് 3 ഓക്സൈഡ് എന്ന് പറയുന്ന സംഭവം, ഇതെങ്ങനെ ഉണ്ടാവുന്നത്? ഇതാണ് കേട്ടോ, ഇതാണ് ഫോസ്ഫറസ് ട്രയോക്സൈഡ്. ഇതെങ്ങനെ ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കി നോക്കാം. ഇതെങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഇതിൽ ഫോസ്ഫറസ് 3 ഓക്സൈഡ്, ഇതിൽ ഫോസ്ഫറസിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് നോക്കിയേ. ഓക്സിജൻ എത്രയാ? 6 ആണ് ഇവിടെ. അപ്പൊ ഓക്സിജൻ -2 അല്ലേ, അപ്പൊ അതുകൊണ്ട് -12 വരും. അപ്പൊ ഫോസ്ഫറസ് എന്ത് വേണം? ഫോസ്ഫറസ് +12 വരണം. ഇവിടെ -12 അല്ലെ, ഫോസ്ഫറസ് +12 വരണം. 4 ഓക്സിജൻ, അപ്പൊ 4 ഓക്സിജനുള്ള ഒന്ന് എന്തായിരിക്കും? +3 ആയിരിക്കും. അതാണ് ഫോസ്ഫറസ് 3 ഓക്സൈഡ് വിളിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാവുന്നത്? ഈ വൈറ്റ് ഫോസ്ഫറസ് ആണ് നമ്മുടെ P4 എന്ന് പറയുന്ന വൈറ്റ് ഫോസ്ഫറസ്. 2 ഫോമിൽ എക്സിസ്റ്റ് ചെയ്യില്ല, റെഡും ഉണ്ട് വൈറ്റും ഉണ്ട്, നമുക്കറിയാം. അപ്പൊ വൈറ്റ് ഫോസ്ഫറസ് നമ്മൾ ഓക്സിജൻ ആയിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്സിജൻ പാസ് ചെയ്ത് അതിന് മുകളിൽ കൂടെ ഓക്സിജൻ പാസ് ചെയ്താൽ അതുപോലെ റെഡ്യൂസ്ഡ് പ്രഷർ കുറവുള്ള സിറ്റുവേഷനിലാണ്, ലോ പ്രഷർ കേട്ടോ. ലോ പ്രഷർ സിറ്റുവേഷൻ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ ഫോസ്ഫറസ് 3 ഓക്സൈഡ് കിട്ടും. ജസ്റ്റ് കൊടുത്തുള്ള ഒരു പ്രിപ്പറേഷൻ മെത്തേഡ്. ഓക്കെ, എന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം, ഇത് മതി. അപ്പൊ നമുക്ക് ഓക്സൈഡുകൾ ഇത്ര നോക്കാനുള്ളൂ. അപ്പൊ നൈട്രജന്റെ ഓക്സൈഡ് നോക്കി, ഫോസ്ഫറസിന്റെ ഓക്സൈഡ് നോക്കി. അപ്പൊ ഓക്സൈഡിൽ ഇവിടെ ഇമ്പോർട്ടന്റ് ഈ ഡബിൾ ബോണ്ട് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ ഫോർമുലകളും, പിന്നെ ഈ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓരോന്നിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുലയിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഓക്കെ, അത്ര മതി. നമുക്ക് അടുത്ത് പോകുന്ന ഓക്സോ ആസിഡിലേക്കാണ്.
എന്താ ഓക്സോ ആസിഡ് എന്ന് പറയുന്നത്? ഇവിടെ ഓക്സോ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു OH ഗ്രൂപ്പ് അതിന്റെ സ്ട്രക്ചറിൽ ഉണ്ടായിരിക്കും. ആ OH ഗ്രൂപ്പ് ഡിസോസിയേറ്റ് ചെയ്ത് H+ അയൺ എന്ത് ചെയ്യണം, റിലീസ് ചെയ്യാൻ പറ്റണം. ഈ ആസിഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ H+ അയൺ റിലീസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഓക്സോ ആസിഡ് എന്ന് പറയുമ്പോൾ ആ ഒരു കോമ്പൗണ്ടിൽ OH ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ അയൺ ആയിട്ട് മാറും. ഓക്കെ, പിന്നെ ആനയോൺ ഉണ്ടാവും, H+ അയൺ, ബാക്കി ആനയോൺ ഉണ്ടാവും. ഓക്കെ, എനിവേ അപ്പോൾ ഇതാണ് ഓക്സോ ആസിഡ്. ഇപ്പൊ നൈട്രജനും ഫോസ്ഫറസും എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സോ ആസിഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാ നമുക്ക് നോക്കാം. ഫസ്റ്റ് നൈട്രജൻ ഫോം ചെയ്യുന്ന ഓക്സോ ആസിഡ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ഏതാണ്, ഹൈപ്പോനൈട്രസ് ആസിഡ്, H2N2O2. ഓക്കെ, അപ്പൊ ഹൈപ്പോനൈട്രസ് ആസിഡ് ആണ് H2N2O2 നമുക്ക് അറിയണം, ചിലപ്പോൾ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഹൈപ്പോനൈട്രസ് ആസിഡ് H2N2O2 ആട്ടോ ആണ് നമ്മൾ പഠിക്കുന്നത്, ഹൈപ്പോനൈട്രസ്. ഓക്കെ, ഇനി ഇതിലെന്താണ്, രണ്ട് അയനൈസബിൾ ഹൈഡ്രജൻ ആണ്. കണ്ടോ, സ്ട്രക്ചർ ഒന്ന് മനസ്സിൽ കയറ്റിയാൽ കണ്ടോ, ഒരു രണ്ട് OH ഗ്രൂപ്പ് ഉണ്ട്. രണ്ട് OH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ രണ്ട് അയനൈസബിൾ ഹൈഡ്രജൻ, അതായത് രണ്ട് H+ എന്ത് ചെയ്യാം, അതിന് റിമൂവ് ചെയ്യാൻ പറ്റും. രണ്ട് H+ റിമൂവ് ചെയ്യും. അതുകൊണ്ട് ഇതിന്റെ ബേസിറ്റി എന്തായിരിക്കും, 2 ആയിരിക്കും അല്ലെ. എത്ര H+ ആണ് റിമൂവ് ചെയ്യുന്ന ഒരു ആസിഡ്, അതാണ് അതിന്റെ ബേസിറ്റി. അത് ഡൈബേസിക് ആണ്. ഓക്കെ, ബേസിറ്റി 2 ആണ്, പിന്നെ വീക്ക് ആസിഡ് ആണ്. സോ ഇത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എത്ര OH ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. എത്ര OH ഗ്രൂപ്പ് ഉണ്ടായിരുന്നാൽ അത്രയും അയനൈസബിൾ ഹൈഡ്രജൻ ഉണ്ടായിരിക്കും, ബേസിറ്റി അത് തന്നെ ആയിരിക്കും. സോ അത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. ഇവിടെ നമുക്ക് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തൽക്കാലത്തേക്ക് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് രണ്ട് ഹൈഡ്രജനും രണ്ട് ഓക്സിജനും അല്ല, അതുകൊണ്ട് രണ്ട് OH വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ആണെന്നില്ല കേട്ടോ, വേറെയും ബോണ്ടുകളൊക്കെ വരാം. പക്ഷെ ഈ കേസിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം. രണ്ട് ഹൈഡ്രജൻ രണ്ട് ഓക്സിജൻ, അപ്പൊ രണ്ട് OH, അപ്പോൾ ഡൈബേസിക്. അതാണ് ഹൈപ്പോനൈട്രസ് ആസിഡ്. H2N2O2 ന്റെ സ്ട്രക്ചർ ആണ് ഈ കാണുന്നത്. ക്ലിയർ ആയി? ഇതാണ് ആദ്യത്തെ ഓക്സോ ആസിഡ്, നൈട്രജന്റെ ആദ്യത്തെ ഓക്സോ ആസിഡ്. രണ്ടാമത്തെ നമുക്ക് ഒന്നുകൂടി ഫെമിലിയർ ആണ്, നൈട്രസ് ആസിഡ്. HNO2 ആണ് നൈട്രസ് ആസിഡ്. നൈട്രസ് ആസിഡ് എന്താണ്, അതൊരു വീക്ക് ആസിഡ് ആണ്. ഇവിടെ അയനൈസബിൾ ഹൈഡ്രജൻ എന്തേ ഉള്ളൂ, ഒറ്റ അയനൈസബിൾ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ. സോ ബേസിറ്റി എന്തായിരിക്കും, 1 ആയിരിക്കും. ഇതിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. നൈട്രസ് ആസിഡിന്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇവിടെ ON ഡബിൾ ബോണ്ട് O, ഇതാണ് H. ഇവിടെ H കണ്ടോ, ഇത്രേ ഉള്ളൂ. ആകെ HNO2 അല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ N ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെയാണ് ഈ OH കണ്ടോ, OH. ഇതാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ വരുന്നത്. ക്ലിയർ ആയി? ബേസിറ്റി 1 ആണ്. ഇവിടെ നമുക്കിപ്പോ ഒരു H അല്ലേ ഉള്ളൂ, അപ്പൊ എന്തായാലും ബേസിറ്റി എന്തെങ്കിലും ഒന്ന് കൂടുതൽ ഉറപ്പാണ്, ഒറ്റ H അല്ലേ ഉള്ളൂ ആകെ. അതുകൊണ്ട് അത് നമുക്ക് ജസ്റ്റ് ഊഹിക്കാവുന്നുള്ളൂ, ഒരു OH ഉണ്ടാവുള്ളൂ. അപ്പൊ അത് എളുപ്പമാണ്. ഇപ്പൊ നൈട്രസ് ആസിഡ് ആണ്, HNO2 എന്നുള്ളത് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള നൈട്രിക് ആസിഡ് ആണ്. നൈട്രിക് ആസിഡ് അത് എന്തേ ഉള്ളൂ, ബേസിറ്റി 1 ആണ്, നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. ഇതിൽ ഒരു ഹൈഡ്രജൻ തന്നെ ഉള്ളൂ. ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്, ഇത് റിസണൻസ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും കേട്ടോ. N ഡബിൾ ബോണ്ട് O, ഇങ്ങനെ ഒരു സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യും, OH. പിന്നെ ഇതിന് റിസണൻസ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം, സ്ട്രക്ചർ ആയിട്ട് നമുക്ക് ഇവിടെ ഡബിൾ ബോണ്ട് വരും അല്ലെ. ഈ ബോണ്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അതുകൊണ്ട് നമുക്ക് N+O-, ഈ ബോണ്ട് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, OH എന്നിട്ട് റിസണൻസ് ആക്കി എഴുതാം. എനിവേ, അപ്പൊ എന്താണ് ഇവിടെ, അവ നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്ത് മതി, ബേസിറ്റി ആണ് വേണ്ടത്, പിന്നെ ഫോർമുല ആണ് വേണ്ടത്. പിന്നെ ചോദിക്കാവുന്നത് നൈട്രജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് ആണ്. ഇവിടെ നൈട്രജൻ ഓക്സിജൻ സ്റ്റേറ്റ് നമ്മൾ എങ്ങനെ കാണാം, എളുപ്പമാണ് അല്ലെ. ഓക്സിജൻ O3 അല്ലേ, ഒരു ഓക്സിജൻ -2 ആണ്, 3 ഓക്സിജൻ -6 ആകും. പിന്നെ ഒരു ഹൈഡ്രജൻ എപ്പോഴും 1 ആയിരിക്കും. അതുകൊണ്ട് -6 + 1 എന്ന് പറഞ്ഞാൽ -5. പിന്നെ ഹൈഡ്രജൻ എത്ര ആയിരിക്കണം, +5 ആയിരിക്കണം. ഓക്കെ, അത് നമുക്ക് എപ്പോഴും കാണാവുന്നതാണ്. ഇനി അപ്പൊ അത്രേ ഉള്ളൂ നൈട്രിക് ആസിഡ്. ഇനി ഉണ്ടോ, ഇല്ല. ഈ 3 പ്രധാനപ്പെട്ടാണ് നൈട്രജൻ ഓക്സോ ആസിഡ്. അപ്പൊ ഏതൊക്കെയായിരുന്നു നൈട്രജൻ ഓക്സോ ആസിഡ്? അത് ആദ്യം നമ്മൾ പഠിച്ചതായിരുന്നു H2N2O2 അല്ലെ, പിന്നെ HNO2, പിന്നെ HNO3. ഇത്ര നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ H2N2O2 അല്ലേ ഫസ്റ്റ് വൺ, H2N2O2. ഇതെന്താ, ഹൈപ്പോനൈട്രസ് ആസിഡ്. അപ്പൊ ഹൈപ്പോനൈട്രസ് ആസിഡ് മാത്രം എന്താണ്, ബേസിറ്റി 2 ആണ്. നൈട്രസ് ആസിഡ് നൈട്രിക് ആസിഡ് ബേസിറ്റി 1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വല്ലാതെ ഓർത്തേക്കാനില്ല, എല്ലാം എളുപ്പം തന്നെയാണ്. അടുത്ത നമ്മൾ പോകുന്നത് ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡിലേക്കാണ്. ഈ ഫോസ്ഫറസിന് എല്ലാ ഓക്സോ ആസിഡിന്റെയും സ്ട്രക്ചർ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ടെട്രാഡ്രൽ ആണ് കേട്ടോ. എല്ലാതും എന്താണ്, ടെട്രാഡ്രൽ അറേഞ്ച്മെന്റ് ആണ്. ഇതിൽ എന്തൊക്കെ ഉണ്ട്, P ഡബിൾ ബോണ്ട് O ബോണ്ട് ഉണ്ട്, POH ബോണ്ട് ഉണ്ട്. എന്തായാലും POH ബോണ്ട് വേണം, എന്നാലേ ഹൈഡ്രജൻ എന്താകുള്ളൂ, അയണൈസ് ആയിട്ട് പോകുള്ളൂ. അപ്പൊ ഈ OH ഗ്രൂപ്പിന്റെ ഹൈഡ്രജൻ ആറ്റംസ് മാത്രമാണ് റിമൂവ് ചെയ്തിട്ട് പോകുന്നത്. അതിന്റെ അസിഡിക് ക്യാരക്ടറിന് കാരണം എന്താണ്, ഈ OH ഗ്രൂപ്പിൽ ഹൈഡ്രജൻ ആണ്. ഈ ഡയറക്റ്റ് ആയിട്ട് P ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചില ഹൈഡ്രജൻസ് ഉണ്ട്, ഡയറക്റ്റ് ആയിട്ട് P ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതെന്തല്ലാതെ അത് അയണൈസബിൾ അല്ല, അതൊരിക്കലും റിമൂവ് ആയി പോകില്ല. സോ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ OH ഗ്രൂപ്പിന്റെ ഹൈഡ്രജൻ മാത്രമേ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. സോ ഇവിടെ നമുക്ക് ഫോർമുലയിൽ നിന്നൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ചിലപ്പോൾ എന്തുണ്ടാവും, Pയും H ഡയറക്റ്റ് ബോണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് സ്ട്രക്ചർ അറിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എത്ര അയണൈസബിൾ ഹൈഡ്രജൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ബേസിറ്റി പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ, എത്ര OH ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതാണ് ബേസിറ്റി. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ.
ഫസ്റ്റ് വൺ ആണ് ഫോസ്ഫീനിക് ആസിഡ് അല്ലെങ്കിൽ ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ്. ഓക്കെ, ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ്. നമ്മൾ ഹൈപ്പോ നൈട്രസിൽ അവിടെ നിന്ന് തുടങ്ങിയത് നൈട്രജൻ, അതേപോലെ ഇവിടെ ഹൈപ്പോ ഫോസ്ഫറസ് H3PO2. ഓക്കെ, H3PO2 ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഇവിടെ എത്രയേ ഉള്ളൂ, ഒരു OH ഗ്രൂപ്പേ ഉള്ളൂ. കണ്ടോ ഇവിടെ PH ബോണ്ട് കണ്ട് 2 ഉണ്ട്. പക്ഷെ ചെറുതായി എടുക്കാൻ പാടില്ല നമ്മൾ. ഇവിടെ ബേസിറ്റി കാണുമ്പോൾ എന്ത് മാത്രമേ പാടുള്ളൂ, OH മാത്രം. സോ ഒരു അയനൈസബിൾ ഹൈഡ്രജൻ ബേസിറ്റി 1. ഇതെന്താണ്, മോണോ ബേസിക് ആണ്. ഇനിയാണ് പീന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. O2 അല്ലേ, O2 പറയുമ്പോൾ ഒരു -4 വരും അല്ലേ, ഒരു ഓക്സിജൻ -2, അപ്പോൾ O2 -4. ഹൈഡ്രജൻ 3, പിന്നെ 3 -1 വരും. ഫോസ്ഫറസ് എന്തായിരിക്കും, +1 അല്ലേ. +1 ആണ് ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ഏതോ വന്നിട്ടുണ്ട്, ഓക്സിജൻ സ്റ്റേറ്റ് ചോദിച്ചിട്ട് കേട്ടോ. നമ്മൾ ബൈ ഹാർട്ട് പഠിക്കാണ്ട് ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് അറിയേണ്ടത്, ഇത് പഠിക്കണം. ബേസിറ്റി ഒന്നാന്നുള്ളത് നമ്മൾ ഇത് അറിഞ്ഞേ പറ്റൂ. അപ്പോൾ അതാണ് ഫോസ്ഫീനിക് ആസിഡ് അല്ലെങ്കിൽ ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ് H3PO2. ക്ലിയർ ആയി. രണ്ടാമത്തോ ഫോസ്ഫറസ് ആസിഡ് നമുക്ക് ഫെമിലർ ആണ്. ഫോസ്ഫറസ് ആസിഡ് ഇതിന്റെ മറ്റൊരു പേരാണ് ഫോസ്ഫോണിക്. അപ്പൊ ആദ്യത്തെ ഫോസ്ഫിനിക് ആണ്, ഫോസ്ഫിനിക്. ഇത് ഫോസ്ഫോണിക് ആണ്. ഫോസ്ഫറസ് എന്ന് പറയും കേട്ടോ, രണ്ട് ഇതിന്റെ പേര് തന്നെയാണ്. ഇവിടെ എത്ര അയണൈസ്ഡ് ഹൈഡ്രജൻ ആണ്, ഇവിടെ 2 അല്ലേ, അപ്പൊ 2. ഓക്കെ, ഓക്സിജൻ സ്റ്റേറ്റ് ഞാൻ കാണുന്നില്ല കേട്ടോ, സെയിം മെത്തേഡ് തന്നെയാണ്. പിന്നെ നമ്മൾ ടൈം കളയണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അത് മതി. ഇവിടെ എന്താ, ഇവിടെ നോക്കി, ഇവിടെ ഒരു P ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലെ, ഇവിടെയും P ഡബിൾ ബോണ്ട് ഉണ്ട്. അതുപോലെ ഇതിലും P ഡബിൾ ബോണ്ട്, ഒരു P ഡബിൾ ബോണ്ട് ഉള്ളത് കേട്ടോ. ഇവ രണ്ടിലും എന്താണ്, P ഡബിൾ ബോണ്ടോ ഒറ്റ ഒന്നേ ഉള്ളൂ. അതും ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ 2 OH ആണ് ഇതിലുള്ളത്, ഫോസ്ഫറസ് ആസിഡ് ഉള്ളത്. ഇനി മൂന്നാമത്തതോ ഫോസ്ഫോറിക് ആണ് കേട്ടോ, ഫോസ്ഫോറിക്. ഇതിന്റെ അയനൈസ്ഡ് ഹൈഡ്രജൻ 3 എണ്ണ അല്ലെ, അത് കൂടി കൂടി വരാം. 3 OH ഗ്രൂപ്പ് ഉണ്ട്. ഇതിലും P ഡബിൾ ബോണ്ട് ഒന്നേ ഉള്ളൂ. സോ ഇത് ഫോസ്ഫോറിക് ആസിഡ്, ഫോസ്ഫോറിക് ആണ്. ഇതിന്റെ ഫോർമുല എഴുതിയില്ല, സോറി. ഫോർമുല എന്താ, H3PO4. ഓക്കെ, H3PO4 ആണ്. മറ്റേ H3PO3 ആയിരുന്നു ഫോസ്ഫറസ്, ഫോസ്ഫോറിക് H3PO4. ഇവിടെ 3 എണ്ണം വരും. ഇത് കൂടി കൂടി വരികയാണ്. അപ്പൊ ആദ്യത്തെ 3 എണ്ണം കുഴപ്പമില്ല. H3PO2, പിന്നെ H3PO3, ഇത് 3 നമ്മൾ പഠിച്ചത്. ഇപ്പോ H3PO4, ഇത് 3 പഠിച്ചു. ഓക്കെ, ഇതിൽ 1, 2, 3 ഇതിങ്ങനെ കൂടി വരുമ്പോൾ നമുക്കത് ഓർത്തേക്കാൻ ബുദ്ധിമുട്ടില്ല. ഹൈഡ്രജൻ എണ്ണാണ്, OH ഗ്രൂപ്പിന് എണ്ണാണ് പറയുന്നത് അല്ലെ. ഇവിടെ 1, ഇവിടെ ഒറ്റ 1 H3PO2. ഇവിടെ 2 എണ്ണം. ഇപ്പൊ പഠിച്ചതിൽ 3 എണ്ണം. ക്ലിയർ ആയി. അത് 3 വലിയ കുഴപ്പമില്ല. ഇനി കുറച്ച് ഹയർ ആയിട്ടുള്ളതിലേക്ക് പോവാണ്, ഹൈപ്പോഫോസ്ഫോറിക്. ഓക്കെ, ഹൈപ്പോഫോസ്ഫോറിക് H4P2O6. ഇവിടെ എത്ര അയനൈസ്ഡ് ഹൈഡ്രജൻ ഉണ്ട് നോക്കി. ഇതാണ് സ്ട്രക്ചർ, കണ്ടോ. സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ P ഡബിൾ ബോണ്ട് O ഗ്രൂപ്പുകൾ 2 എണ്ണം വരുന്നുണ്ട്. അയനൈസ്ഡ് ഹൈഡ്രജൻ 4 എണ്ണം വരുന്നത് അല്ലെ, 4. സോ ബേസിറ്റി എന്തായിരിക്കും, 4 ആയിരിക്കും. കണ്ടില്ലേ, 4 എണ്ണം വരുന്നുണ്ട്. അയനൈസ്ഡ് ഹൈഡ്രജൻ 4 എണ്ണം എന്തിൽ വരുന്നത്, ഹൈപ്പോഫോസ്ഫോറിക് ആസിഡിൽ വരുന്നത്, H4P2O6 വരുന്നത്. അത് കുറച്ച് എണ്ണം കൂടി, ഇപ്പൊ 4 ആയി. ഇനി അടുത്ത H4P2O7 ആട്ടോ, O7. H4P2O7 ആണ് അടുത്തത്. പൈറോഫോസ്ഫോറിക് ആസിഡ്. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആട്ടോ, പൈറോഫോസ്ഫോറിക് ആസിഡ്. ഇവിടെ എത്ര, 1, 2, 3 ഇവിടെ 4 തന്നെയാണ് അല്ലെ. ഇവിടെ 4 തന്നെയാണ് അയനൈസ്ഡ് ഹൈഡ്രജൻ. ഇതാണ് സ്ട്രക്ചർ. കണ്ടത്, ഇവിടെയും P ഡബിൾ ബോണ്ടോ 2 എണ്ണം വരുന്നത്. ഓക്കെ, 4 എണ്ണം വന്നു. അപ്പൊ നമ്മൾ ഇതായിരിക്കും H4P2O6. H4P2O6ലും H4P2O7ലും എന്ത് തന്നെയാണ്, 4 എണ്ണാണ് അയനൈസ്ഡ് ഹൈഡ്രജൻ. ഇത് ഹൈപ്പോഫോസ്ഫോറിക്, മറ്റേത് പൈറോ. ആദ്യത്തെ പഠിച്ച നമ്മൾ ഹൈപ്പോഫോസ്ഫറസ് ആയിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ പഠിച്ചില്ലേ, ഫസ്റ്റ് പഠിച്ചത് ഹൈപ്പോഫോസ്ഫറസ്. ഇപ്പൊ പഠിക്കുന്ന ഹൈപ്പോഫോസ്ഫോറിക് ആണ്. അതുകൊണ്ട് രണ്ടും മാറിപ്പോരുതാ. ഇത് ഹൈപ്പോഫോസ്ഫോറിക് ആണ്, പിന്നെ ഇത് പൈറോഫോസ്ഫോറിക് ആണ്. ഓക്കെ, അതിലും 4 അയനൈസ്ഡ് ഹൈഡ്രജൻ. ഇനി ഒറ്റൊന്നും കൂടെ ഉള്ളൂ, ട്രൈഫോസ്ഫോറിക് H5P3O10. ഇവിടെ എത്ര എണ്ണം വരും, 1, 2, 3, 4, 5 എണ്ണം വരും അല്ലെ. ഇവിടെ 5 ആണ്, 5. ഇവിടെ ഓക്സിജൻ സ്റ്റേറ്റ് വേണമെങ്കിൽ കണ്ടോക്കാം. കണ്ടോ, ഓക്സിജൻ എത്രയാ, 10 ഓക്സിജൻ അല്ലെ, -20ഓളം വരും ഇവിടെ. ഹൈഡ്രജൻ 5 എണ്ണം. അപ്പൊ ഇവിടെ -50. ഫോസ്ഫറസ് എന്തായിരിക്കണം, +15 ആണ്. 3 ഫോസ്ഫറസ് അല്ലെ, 3 ഫോസ്ഫറസ് +15 ആകുമ്പോൾ ഒരു ഫോസ്ഫറസ് എന്തായിരിക്കും, +5 ആയിരിക്കും. ഓക്കെ, അങ്ങനെ കാണാം. അപ്പോ +5 അല്ലെ, അത് ജസ്റ്റ് എഴുതി വെക്കാം. അപ്പൊ ഇവിടെ 5 എണ്ണം വരും. കണ്ടു, 5 എണ്ണം ഉള്ളതിന് മാത്രമേ ഉള്ളൂ, H5P3O10 മാത്രമേ ഉള്ളൂ. പൈറോയ്ക്കും പൈറോഫോസ്ഫോറിക്കിനും ഹൈപ്പോഫോസ്ഫോറിക്കിനും രണ്ടും എന്താ, ഫോസ്ഫോറിക്. ഇത് രണ്ടിന് എത്ര, 4 എണ്ണം. ഇവിടെ P ഡബിൾ ബോണ്ട് 3 എണ്ണം വന്നു അല്ലെ, 3 P ഡബിൾ ബോണ്ട് ഉണ്ട്. ഇവിടെയൊക്കെ 2 എണ്ണേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇതിന്റെ ബേസിക് ഞാൻ സമ്മറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇത് ജസ്റ്റ് റെഫർ ചെയ്യാൻ വേണ്ടിട്ടാട്ടോ. ഹൈപ്പോഫോസ്ഫറസ് ആദ്യത്തേന് 1. ഇതിന് ഫോർമുല ഓർമ്മ ഉണ്ടെന്ന് നോക്കാം, എഴുതി നോക്കാം ഫോർമുല. ഹൈപ്പോഫോസ്ഫറസ് എന്തായിരുന്നു, H3PO2.
ഫോസ്ഫറസോ H3PO3. ഫോസ്ഫോറിക് H3PO4. ഹൈപ്പോ ഫോസ്ഫോറിക് ഇവിടെ H2 ഉണ്ടായിരുന്നു അല്ലെ, H2 ജസ്റ്റ് റെഫർ ആയിട്ടെ, കറക്റ്റ് ഓർമ്മ ഇടുന്നില്ല. H4 ആണ്, H4 ആണ് തോന്നുന്നു. H4P2O6, H4P2O6. ഓക്കെ, H4P2O6. പയർ ആവുമ്പോൾ H4P2O7. ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് വരുന്നത്. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് കുറച്ചുകൂടി വലിയ O10 എന്നൊക്കെ വരുന്നത് അല്ലെ, H5P3O10 കൂടി ഉണ്ട്. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊന്നും ഇവിടെ എഴുതിയതാട്ടോ. ബേസിറ്റ് എന്താണ്? ഹൈപ്പോഫോസ്ഫറസിന് 1, ഫോസ്ഫറസിന് 2, ഫോസ്ഫറിക് 3. പിന്നെ ഹൈപ്പോ ഫോസ്ഫോറിക്കും പൈറോ ഫോസ്ഫോറിക് ആകുമ്പോൾ 4. രണ്ടെണ്ണത്തിന് 4 വരുന്നുണ്ട്. ക്ലിയർ ആയി? ഏകദേശം ഒരു ഐഡിയ എന്ത് ചെയ്യാം, ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. ഇത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഇടയ്ക്ക് എന്ത് ചെയ്യാം, ഒന്ന് റെഫർ ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്യാം, എന്നാലേ അത് ഓർത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്, ഹൈഡ്രോളിസിസ് ഓഫ് ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് വിൽ പ്രൊഡ്യൂസ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാത്തിനും ഫോർമേഷൻ പഠിക്കാനുള്ള പോസിബിൾ അല്ല, കാരണം അത്രയും വലിയ ടോപ്പിക് ആണിത്. അതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്താട്ടോ, പ്രീവിയസ് ചോദിച്ചുകൊണ്ട്. ഇവിടെ നമ്മൾ അറിയേണ്ടത് ഈ ഫോസ്ഫറസ് ട്രൈക്ലോറൈഡിന്റെ ഹൈഡ്രോളിസിസ് വഴി ഉണ്ടാവുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ പഠിച്ച ഓക്സോ ആസിഡിൽ ഏത് ആസിഡാണ് ഫോസ്ഫറസ് ട്രൈക്ലോറൈഡിന്റെ ഹൈഡ്രോളിസിസ് വഴി ഉണ്ടാവുന്നത്? അത് ഏതാണ്? ഓർത്തോ ആണ് കേട്ടോ. ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് PCl3 ഇല്ലേ, PCl3 H2 ആയിട്ട് നമ്മൾ ഹൈഡ്രോളിസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? H3PO3 യും അതുപോലെ അവിടെ എഴുതണം, H3PO3 യും അതുപോലെ HCl ഉം കിട്ടും. ഈ റിയാക്ഷൻ നമുക്ക് അറിയുന്നത് വേണം, എന്നാലേ നമുക്കിത് ഓർത്തോ ആണെന്ന് പറയാൻ പറ്റും, ഓർത്തോ ഫോസ്ഫറിക് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് ഓർത്തോ ഫോസ്ഫോറിക് ആണ്, ഓർത്തോ ഫോസ്ഫോറിക്. ഓക്കെ, ഈ ഓർത്തോ ഫോസ്ഫറിക് നമ്മുടെ ഫോസ്ഫോറിക് തന്നെയാണ് കേട്ടോ. അവിടെ ഓർത്തോ എന്നുണ്ട് സംഭവം എന്നുള്ളൂ, നമ്മൾ ഈ പഠിച്ചില്ലേ, ഓർത്തോ നേരത്തെ പറഞ്ഞിരുന്നില്ല. ഇത് തന്നെയാണ് കേട്ടോ ഓർത്തോ ഫോസ്ഫോറിക്, ഇത് തന്നെയാണ് ഓർത്തോ ഫോസ്ഫോറിക് ആണ് കേട്ടോ. ജസ്റ്റ് ഓർത്തോ എന്നുണ്ട്, ഫോസ്ഫോറിക് എന്ന് അറിഞ്ഞാൽ മതി, നമ്മൾ വേറെ കൺഫ്യൂഷൻ ഓപ്ഷൻ ഒന്നും ഇല്ല, കാരണം ഇതിൽ ഫോസ്ഫോറിക് ഉള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ പെറോക്സ് എന്തായാലും അല്ല, നമ്മൾ ആ നോക്കിയിട്ടില്ലല്ലോ. സോ ഫോസ്ഫോറിക്, ഓർത്തോ ഫോസ്ഫോറിക് എന്ന് പറഞ്ഞാൽ സാധാ ഫോസ്ഫോറിക് തന്നെയാണ്. ഇവിടെ എഴുതിയത് ഇതായി പോയി അല്ലേ, 3 അല്ല കേട്ടോ, H3PO3 ഫോസ്ഫറസ് ആണ്, ഇവിടെ ഫോസ്ഫോറിക് ആണ്. ഇവിടെ എഴുതിയൊരു മിസ്റ്റേക്ക് ആണ്, ഫോസ്ഫോറിക് ആട്ടോ. ഓക്കെ, H3PO4 ആണ് ആൻസർ. ഓക്കെ, അതെന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ നോക്കി വെക്കാം, ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാന്നുണ്ടെങ്കിൽ നോക്കാം. അപ്പൊ ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് ഹൈഡ്രോളിസ് ചെയ്താൽ എന്ത് കിട്ടും? ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ്, അതായത് നമ്മൾ സാധാ ഫോസ്ഫോറിക് ആസിഡ് എന്നാണ് പറയുന്നത്. H3PO4 ആണ്, H3PO4. ക്ലിയർ ആയി? അത് മതി. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൈഡ്രോളിസിസ് ഓഫ് ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് വിൽ പ്രൊഡ്യൂസ്. ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഓക്സോ ആസിഡ് ആണ് കിട്ടുക? എല്ലാം ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡുകളാണ്. ഇതിൽ ഏതാണ് കിട്ടാന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കിട്ടാന്ന് പറയുന്നത് ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് ഹൈഡ്രോളിസ് ചെയ്താൽ നമുക്ക് HCl ഉം ഫോസ്ഫറസ് ആസിഡും ആണ് കിട്ടുക കേട്ടോ. നമ്മൾ അങ്ങനെ അറിഞ്ഞിരിക്കണം, എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെന്താണ്, എന്താ കിട്ടുന്നത്? ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് PCl3 എന്ത് ചെയ്യുക, ഹൈഡ്രോളിസ് ചെയ്യുക, H2 ആയിട്ട് ഹൈഡ്രോളിസ് എന്ത് കിട്ടും? H3PO3. ഫോസ്ഫറസ് ആസിഡ് ആണ് പ്രൊഡക്റ്റ്. അതിന് കൂടെ എന്ത് വരും? HCl ഉം വരും. ഓക്കെ, ഇത് ജസ്റ്റ് ബാലൻസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ ഓക്സിജൻ 1 അല്ലേ, ഇവിടെ ഓക്സിജൻ 3 കൊടുക്കേണ്ടി വരും. അപ്പോൾ ഹൈഡ്രജൻ 3, 2, 6, ഇവിടെ 3 കൊടുത്താൽ മതിയാവും. ഇവിടെ 5 കൊടുക്കണം അല്ലേ, PCl3 3 തന്നെയാണ്, ഞാൻ 5 വിചാരിച്ചു. ഓക്കെ, ഇവിടെ 3 കേട്ടോ, കറക്റ്റ് ആണ്. PCl3 ആണ്, PCl5 അല്ല, സോ 3 കറക്റ്റ് ആണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ബാലൻസ് ചെയ്യാം. അപ്പൊ ഇനി നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്? H3PO3, അതായത് ഫോസ്ഫറസ് ആസിഡ് ആണ്. ക്ലിയർ ആയി? ഇത് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി നമുക്ക് ഇൻ പൈറോഫോസ്ഫോറിക് ആസിഡ് ദ നമ്പർ ഓഫ് ഹൈഡ്രോക്സി ഗ്രൂപ്പ് പ്രസന്റ് ആർ. ഇത് നമ്മൾ പഠിച്ചു അല്ലേ, നമ്മൾ പഠിച്ച ചോദ്യം വന്നിട്ടുണ്ട്. സോ പൈറോ ഇവിടെ ഒരു ഓർമ്മ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് റീകാൾ ചെയ്യാന്നുണ്ടെങ്കിൽ പൈറോ നമ്മൾ ലാസ്റ്റിലേക്ക് എഴുതിയേ, പൈറോസ്റ്റ് ആ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. പൈറോഫോസ്ഫോറിക് നമ്മൾ കുറച്ച് ലാസ്റ്റിലേക്ക് എഴുതിയേ. അപ്പൊ അവിടെ ബേസിറ്റ് നമ്മൾ 4 അല്ലേ പറഞ്ഞേ, ബിക്കോസ് ആദ്യത്തെ 3 നമ്മൾ പറഞ്ഞു, ഓർമ്മ ഉണ്ടോ? അതായത് H3PO2 പറഞ്ഞു, പിന്നെ H3PO3 PO4, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു, അതായത് H6 വരുന്നല്ലേ, H4 P2O6 അവിടെ നമ്മൾ പറഞ്ഞത്, ആ രീതിയിൽ നമ്മൾ പറഞ്ഞത്. കറക്റ്റ് എനിക്ക് ഫോർമുല ഓർമ്മയില്ല, ബട്ട് അത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക്. H4P2O6 എന്ന് പറയുന്നത് ഏതാണ്? O6 എന്ന് പറയുന്നത് ഹൈപ്പോഫോസ്ഫോറിക് ആണ്, ഇത് പൈറോഫോസ്ഫോറിക് ആണ്, സോ O7 ആണ് അല്ലേ. ഓക്കെ, ഇനി അതറിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു ടേബിൾ നമുക്ക് ഓർമ്മ ഉണ്ട് അല്ലേ. ഇതിനെന്താണ്? യെസ്, പൈറോഫോസ്ഫോറിക് ആസിഡിന് 4 ആണ് ഇതിന്റെ ബേസിറ്റി, ഹൈപ്പോഫോസ്ഫോറിക്കും എന്ത് 4 ആണ്. സോ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഐഡിയ ഉണ്ടാവും, കറക്റ്റ് എക്സാക്ട് അറിഞ്ഞില്ലെങ്കിലും ചെറിയൊരു നമുക്ക് മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ O7 ആണിത്. ഓക്കെ, ആൻസർ എന്താ? ആൻസർ 4 ആണ് വരിക.
ക്ലിയർ ആയി? ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഇനി ഏതും ചോദിക്കാം അതേപോലെ കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് വേണ്ട. ഈ 2 ചോദ്യങ്ങൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഇവിടെ എഴുതാം. ഫെറോഫോസ്ഫറിക് H6P2O7. H6 അല്ലായിരുന്നോ? H4 ആണല്ലേ? ഓ, ഞാൻ തെറ്റിച്ചെഴുതി, സോറി. H4. 4 എന്ന് ഓർത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, നമുക്ക് 4ഉം 6ഉം 7 എല്ലാം കൂടി കൺഫ്യൂഷൻ ആകും. ഓക്കെ, എനിവേ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ കേട്ടോ. ഈ നെക്സ്റ്റ് ഒരു ചോദ്യം നമുക്ക് വന്നിട്ടുള്ളത് നമ്പർ ഓഫ് PS ബോണ്ട് ഓൺ ഫോസ്ഫറസ് പെന്റാസൾഫൈഡ്. ഇത് ഫോസ്ഫറസ് സൾഫൈഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഫോസ്ഫറസ് സൾഫൈഡ് ഒരുപാട് സൾഫൈഡുകൾ ഉണ്ട് നമുക്ക് പഠിക്കാൻ. അപ്പൊ ഞാൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് നോക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. കാരണം എല്ലാത്തിന്റെയും എല്ലാ ബോണ്ടുകളും പഠിക്കുന്നത് ഭയങ്കര ടഫ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പൊ ഫോസ്ഫറസ് പെന്റാസൾഫൈഡ് ആണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനൊന്ന് പഠിച്ചു വെക്കാം. ഫോസ്ഫറസ് പെന്റാസൾഫൈഡിൽ P ഡബിൾ ബോണ്ട് S ബോണ്ടുകളാണ്. ഇവിടെ PS ബോണ്ടുകളും ഉണ്ട്, P സിംഗിൾ ബോണ്ട് S ഉണ്ട്, P ഡബിൾ ബോണ്ട് S, 2 ടൈപ്പ് ഓഫ് ബോണ്ടുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ സ്ട്രക്ചർ അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ എത്ര ഉണ്ട് നോക്കി നോക്കാം. P ഡബിൾ ബോണ്ട് S ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. 1 2 3 4 4എണ്ണല്ലേ ഉള്ളു, 4 ഉള്ളത് അല്ലെ. ആൻസർ എന്ത് വരും? 4 വരും. സി ഇങ്ങനെ കുറെ സൾഫൈഡുകൾ നമുക്ക് സ്ട്രക്ചർ ഉണ്ട്, എക്സാ സൾഫൈഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ സ്ഥിരം ചോദിക്കുന്നത് ഇതായതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് കേട്ടോ. ഓക്കെ, അപ്പൊ 4 ഫോസ്ഫറസ് പെന്റാസൾഫൈഡ് ഏറ്റവും കോമണും ഏറ്റവും ഫേമസും അതാണ്, അതുകൊണ്ടാണ് ഇതെടുത്തത്. ക്ലിയർ ആയി? ഇനി അടുത്തൊരു ചോദ്യം. ദി കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് ബേസ് ഓഫ് HPO4 2- ആർ റെസ്പെക്റ്റീവ്ലി. ഓ, ഇത് എളുപ്പമാണ് അല്ലേ, നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അത് HPO4 2- അതിന്റെ കോൺജുഗേറ്റ് ആസിഡും ബേസും കാണണം. ആദ്യം HPO4 2- എവിടെ നിന്ന് വന്നേ അറിയണം. എവിടുന്ന വരുന്നത്? H3PO4 എന്നാണ്. H3PO4 ഒരു ഹൈഡ്രജൻ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ H2PO4- വരും. വരുമല്ലോ, കോൺജുഗേറ്റ് ആയിട്ടുള്ള ആനിയോൺ വരും, കോൺജുഗേറ്റ് ബേസ് വരും. പിന്നെ ഈ H2PO4 ഒരു ഹൈഡ്രജൻ കൂടി നമ്മൾ ഇനി ഉണ്ട് ഹൈഡ്രജൻ അല്ലെ, അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ HPO4 2-. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ HPO4 2-. കണ്ടോ? അപ്പൊ ആദ്യം ഇത് ഇവിടുന്ന് വന്ന് നമുക്ക് അറിയണം. അത് ഇവിടുന്ന് വന്ന H3PO4 എന്നാണ്. ഓക്കെ, അപ്പൊ H3PO4 2 ഹൈഡ്രജൻ പോയിട്ടാണ് എന്ത് വരിക? HPO4 2- കിട്ടുക. ഓക്കെ, 2 പോയപ്പോൾ 2- ആയി. ഇനി HPO4 2- അതിന്റെ കോൺജുഗേറ്റ് ആസിഡും ബേസ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതെന്താണ്? നമ്മൾ പിന്നെ ഹൈഡ്രജൻ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. റിലീസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? H+ കിട്ടും, PO4 3- കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് എന്റെ ആൻസർ വരിക? PO4 3- അല്ലേ. PO4 3- എങ്ങനെ വരുന്നത്? ഒരു H കൂടി പോയില്ലേ, അപ്പൊ PO4 3- ആയി. അപ്പൊ PO4 3- പിന്നെ ഇതിന്റെ കോൺജുഗേറ്റ് എന്താണ്? ബേസ് ആണ് എന്ത്? PO4 3- എന്ന് പറയുന്നത് അല്ലെ. കോൺജുഗേറ്റ് ബേസ് അല്ലേ, കാരണം HPO4 അതൊരു ആസിഡ് ആയിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്തു? H+ കളഞ്ഞിട്ടുണ്ടായതാണ് PO4 3- എന്ന് പറയുന്നത്. ഇത് കോൺജുഗേറ്റ് എന്തായിരിക്കും? കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ എന്ത് വരിക? ഇവിടെ കണ്ടോ, രണ്ടാമതാണ് ബേസ് വെച്ചിരിക്കുന്നത്, അത് ശ്രദ്ധിക്കണേ. രണ്ടാമതാണ് ബേസ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ PO4 3-. ഇനി ഇതിന്റെ അയ്യോ സോറി, 2 ഓപ്ഷനിൽ PO4 3- ഉണ്ട് അല്ലെ. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് രണ്ടും എന്താണ്? രണ്ടാമത്തെ തന്നിരിക്കുന്നത് PO4 3- ആണ്. ഇനി ഇവിടെ കോൺജുഗേറ്റ് ആസിഡ് ഏതാണ്? അതായത് എവിടുന്ന് HPO4- വന്നത്? അതായത് H2PO4 എന്ന് പറയുന്നത് PO4-, ഇതിന്ന് H+ പോയിട്ടാണ് എന്ത് വന്നത്? HPO4 2- വന്നത് അല്ലേ. സോ HPO4 2- കോൺജുഗേറ്റ് ആസിഡ് ഏതാ? H2PO4- ആണ്. അത് ക്ലിയർ ആയോ? അതായത് ഈ നമ്മളിപ്പോ ആദ്യം HPO4 2- ഒരു ബേസ് ആയി കണക്കാക്കുക. അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് ചോദിച്ചാൽ അത് ഏതോ ഒരു ആസിഡിന് H+ റിമൂവ് ചെയ്തിട്ടാണ് HPO4 2- വന്നത്. ആ ആസിഡ് ആണ് അതിന്റെ കോൺജുഗേറ്റ് ആസിഡ്, അതാണ് H2PO4-. H2PO4- H+ പോയിട്ടാണ് HPO4 2- ഉണ്ടായത്. ഇനി HPO4 2- H+ ഉണ്ടായിട്ടുള്ള കോൺജുഗേറ്റ് ബേസ് ആണ് PO4 3-. അത് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ക്ലിയർ ആയി വിചാരിക്കുന്നത്. ഇത് എന്തായാലും വരില്ല, H3PO4 എന്തായാലും വരില്ല, അത് ആദ്യമാണല്ലേ. എന്തായാലും ഇത് രണ്ടും നമുക്ക് കൺഫ്യൂഷൻ, ഏതാണ് കോൺജുഗേറ്റ് ആസിഡ് ഏതാണ് ബേസ്, നമുക്ക് ഡൗട്ട് വരും. അപ്പോ ഇങ്ങനെ ആലോചിക്കണം. കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോൺജുഗേറ്റ് ബേസ് ഉണ്ട്, ഒരു ആനിയോൺ ഉണ്ട്, അത് എവിടെ നിന്നാണോ വന്നത്, ഏതോ ഒരു ആസിഡിന് H+ പോയിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ HPO4 2- കിട്ടിയത്. അതല്ല ഇതിനർത്ഥം കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുമ്പോൾ. അപ്പോ അതെന്താണ്? H2PO4- ആണ്. പിന്നെ ഇതിന്റെ ബേസ് ചോദിക്കുമ്പോൾ HPO4 2- കോൺജുഗേറ്റ് ബേസ് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് പിന്നെ H+ റിമൂവ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആനിയോൺ ആയിരിക്കും, അത് PO4 3- ആണ്. അതാണ് ക്വസ്റ്റൻ. അതൊരു ക്വസ്റ്റൻ ആണ്, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുമ്പോൾ ഡൗട്ട് വരും, ഏതാണ് ഏതെന്നുള്ള ഡൗട്ട് വരും. പക്ഷേ കൺസെപ്റ്റുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ക്ലിയർ ആയി? ഇത് മതി, ഈ ഒരു സംഭവം, ഈ ഒരു ബോക്സ് കൊടുത്തില്ലേ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയാണ് ഇതിന് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഈ ഒരു ഏരിയയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ആയിട്ട്, സോ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് ഇയറിൽ നമുക്ക് വേറെ ഏതെങ്കിലും ചോദ്യം വരാം, ഇതന്നെ വരുന്നില്ല, വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും വരാം.
അത്ര മതി. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഇത്ര മതി. നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. അപ്പോ ഇപ്പൊ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എന്താ മനസ്സിലായില്ലേ? ഓക്സോ ആസിഡുകൾ പഠിക്കണം. ഓക്സൈഡുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാം. പിന്നെ ബേസിറ്റി, നമ്പർ ഓഫ് OH ഗ്രൂപ്പ്, നൈട്രജന്റെ ഓക്സോ ആസിഡ് ആയാലും ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡ് ആയാലും നമ്പർ ഓഫ് OH ഗ്രൂപ്പുകൾ അതെന്തായാലും അറിഞ്ഞിരിക്കണം. അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, അമോണിയ പ്രിപ്പയർ ചെയ്ത് നോക്കാം. അമോണിയ അതുപോലെ കുറച്ചും കൂടി ഈ ഒരു ഗ്രൂപ്പ് 15 നമുക്ക് ഇത്രയും കൂടി പഠിക്കാനുണ്ട്. ഫോസ്ഫറസിന്റെ ചില കോമ്പൗണ്ടും കൂടി പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് 15 കഴിയും. ഒരു ക്ലാസ്സും കൂടി നമുക്ക് ഗ്രൂപ്പ് 15 കഴിയും. പിന്നെ ഗ്രൂപ്പ് 16ലേക്ക് പോവാം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.